പ്രാർത്ഥിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ പേരെന്താണ്? എൻ്റെ പേര് ബാലാമണി അൽഫോൺസയാണ്. അതെ, കൺവേർട്ടായിട്ട് 20 വർഷമായി. അപ്പോൾ ഞാൻ പഠിക്കുന്ന സമയം മുതൽ ചെറുപ്പം മുതലേ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയതുകൊണ്ട് സ്ഥിരം വരും വന്ന്. വീട് ഇവിടെ അടുത്താണ് ചേച്ചിയുടെ? അവിടെ നടക്കാവാണ് വീട്. വെള്ളി ശനി ഞായർ പഠിക്കുന്ന കാലം മുതലേ ഈ കുരിശുപള്ളിയെക്കുറിച്ച് അറിയാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി അനുഭവങ്ങളും അത്ഭുതങ്ങളും ഒക്കെ നടക്കാറുണ്ട്. അപ്പോൾ ഈ എണ്ണ വലിയൊരു പ്രധാനപ്പെട്ട ഇവിടെ കൊണ്ടൊഴിക്കുന്ന എണ്ണ നമ്മളെ വേദനിക്കുന്ന അല്ലെങ്കിൽ രോഗമുള്ള ഭാഗത്തൊക്കെ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് കുറയാറുണ്ട്. എൻ്റെ അനുഭവം ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ ഇവിടുന്ന് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കാറുണ്ട്. പിന്നെ ഞാൻ വെള്ളി ശനി ഞായർ ഇവിടെ ഡെയിലി കുർബാനയുണ്ട്. വെള്ളി ശനി ഞായർ വൈകുന്നേരം, വെള്ളി ശനി ഞായർ രാവിലെയാണ്. പിന്നെ തിരുനാളുകൾ ഇവിടെ ഉണ്ടാവാറുണ്ട്. കുരിശിൻ്റെ തിരുനാൾ, കുരിശിൻ്റെ പ്രാർത്ഥന, ഭയങ്കര ഒരു പ്രാർത്ഥന, ശക്തിയുള്ളൊരു പ്രാർത്ഥന, കുരിശിൻ്റെ പ്രാർത്ഥന നൊവേന എന്നുള്ളൊരു പ്രാർത്ഥന. ഇന്നിപ്പോൾ എനിക്ക് 70 വയസ്സായി. അപ്പോൾ 70 വർഷങ്ങൾക്ക് മുമ്പെന്നല്ല, 1786 ഇത് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അത്രയും വർഷത്തെ പരിചയമുണ്ട്. അപ്പം ഞാൻ വന്നതിന് ശേഷം എനിക്കറിയാവുന്നത് ഇതിനകത്ത് നല്ലൊരു അനുഭവമാണ്. ഈ കുരിശ് വളരുന്നു എന്ന് പറയുന്നല്ലോ, അത് ഞങ്ങൾ ആ ചെറുപ്പത്തിൽ വരുന്ന സമയം ഇത്ര ഇല്ല. അത് ഉറപ്പാണ്. ഇത് ഇത്ര ഇല്ല. ഞങ്ങൾ വരുന്ന സമയത്ത് ചെറുതാണ്. പിന്നെ അതിനുശേഷം വളർന്നതിന് ശേഷം ഇത്രയും വലുതായിട്ട് കാണുന്നേ. മറ്റേ ഇതിന്റെ താഴെ ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ താഴെ മാത്രമാണ് കണ്ടിട്ടുള്ളൂ. താഴെയായിരുന്നു. ഇല്ല, കണ്ടിട്ടില്ല. അപ്പം ഞങ്ങൾ വരുമ്പോ ചെറുതാണ്. അതിനുശേഷം ഇത് വളരുന്നുണ്ട്. അപ്പൊ അത്ഭുത കുരിശെന്നൊക്കെയാണ് ഇതിനെ കുറിച്ച് പറയുന്നത്.